ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മളൊരു കിടിലം ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു NBFC ചെയ്തിരുന്നു, ഒരു സൂപ്പർ NBFC. അപ്പോൾ അതിൽ നിന്നും 1 കോടിയിലേറെ ലോൺ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും മറ്റ് കസ്റ്റമേഴ്സിനും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ ബാങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോ ബാങ്കിൽ ചെന്ന് നമ്മൾ ലോൺ ചെയ്യുമ്പോഴും നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് ബേസ് ചെയ്താണ് അവർ ലോൺ തരുന്നത്. പല പ്രാവശ്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്നുകൂടെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ HDFC ബാങ്കിൽ നമ്മളിപ്പോൾ ഒരു 50,000 രൂപ എന്ന് സാലറി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ HDFC ബാങ്കിൽ പോകുന്നു. അപ്പോൾ നമ്മൾ ലോൺ ചെയ്യുമ്പോൾ റിജക്റ്റ് ആവുന്നു. കാരണം എന്താണ്? നിങ്ങൾക്ക് 2-3 ലോൺ ഉണ്ട്, ഒബ്ലിഗേഷൻ കൂടുതലാണ്, സാലറി ഉണ്ടായിട്ട് കാര്യമില്ല. മറ്റൊരു ബാങ്കിൽ ഇപ്പോൾ ICICIയിൽ പോകുന്നു, അല്ലെങ്കിൽ SBIയിൽ പോകുന്നു, അവിടെയും സെയിം കേസ് തന്നെയാണ്. എന്നാൽ വേറൊരു ബാങ്കിൽ പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ബാങ്കിങ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി നിങ്ങൾ ലോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോറിൽ ഇടിവ് വരും. ഓക്കെ, അത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു മാസത്തിൽ 4 പ്രാവശ്യമൊക്കെ നമ്മൾ എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോറിൽ ഗണ്യമായ ഇടിവ് വരും. പിന്നെ ബാങ്കൊന്നും ലോൺ തരില്ല. പിന്നെ 1-2 മാസം കഴിഞ്ഞാലേ അവർ ലോൺ തരികയുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഗാലക്സി ലോൺ ആപ്പുകളുണ്ട്. അതായത് ഒരു NBFCയിൽ തന്നെ ഒരു 45-50ഓളം ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് NBFC ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ തവണ മാത്രമേ സിബിൽ എൻക്വയറി വരികയുള്ളൂ. കാരണം നമുക്ക് എലിജിബിലിറ്റി ഉള്ള ആ ഒരു ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ നിങ്ങളുടെ എലിജിബിലിറ്റി, ആ ബാങ്കിൽ ആ സൈറ്റിൽ നിങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്നു. നിങ്ങളല്ല, അവർ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നു. നിങ്ങൾക്ക് 99% അപ്രൂവൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഏറ്റവും കുറഞ്ഞ സാലറി ഉള്ളവർക്കും കൂടിയ സാലറി ഉള്ളവർക്കും ബാങ്കിങ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻ ഉള്ളവർക്കും, ഇപ്പോൾ ചില ബാങ്കുകൾ പ്രൈവറ്റ് ലിമിറ്റഡിന് മാത്രമേ ചെയ്യുള്ളൂ, ചില ബാങ്കുകൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് മാത്രമേ ചെയ്യുള്ളൂ, ചില ബാങ്കുകൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ചെയ്യും. അപ്പം ഇവിടെ അങ്ങനെയൊന്നും ആ ഒരു ഡിഫറൻസ് ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഏത് തരം കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോൺ കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ആപ്പിൽ നിന്ന് ഇത്രയും ആൾക്കാർക്ക് ലോൺ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൗട്ടിന്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ബാങ്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ICICI ഉണ്ട്, HDFC ഉണ്ട്, മണിവ്യൂ ഉണ്ട്. നമുക്ക് അത് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് NBFCs ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്നും ലോൺ സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ ഇവർ ഏറ്റവും കുറഞ്ഞ സാലറിയിലാണ് ഇവർ ലോൺ ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോറിലും ഇവർ ലോൺ ചെയ്യും. അപ്പൊ ഇവരുടെ കുറച്ച് നിങ്ങൾ ചാടി പോകാതെ ഇതൊന്ന് കേൾക്കുക. ഇവരുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇവർ ലോൺ ചെയ്യും. മിനിമം സിബിൽ സ്കോർ 500 ആണ്. മിനിമം സാലറി അവർ പറഞ്ഞിരിക്കുന്ന സാലറി ഉള്ള ആൾക്കാരാണെങ്കിൽ 12,000 രൂപ, ഇല്ലാത്തവരാണെങ്കിൽ അതനുസരിച്ചായിരിക്കും, അതിന് ഡിപ്പെൻസ് ആയിരിക്കും. ഇനി ബാങ്ക് അക്കൗണ്ട് ആപ്ലിക്കന്റിന്റെ നെയിമിൽ തന്നെ ആയിരിക്കണം. അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. ചില നമ്മുടെ ഈ ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അക്കൗണ്ട് ഒന്നും ചില ബാങ്കുകൾ എടുക്കില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആപ്ലിക്കന്റ് നെയിമിൽ തന്നെ ആയിരിക്കണം ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അത് കാണിച്ചു തരാം. അതുപോലെ ചില നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വന്നിരിക്കുന്ന ഡൗട്ടാണ്, എന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാനൊരു സെറ്റിൽമെന്റ് എടുത്തു. അപ്പോൾ ചില ബാങ്കുകളൊന്നും തരുന്നില്ല സെറ്റിൽമെന്റ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു 15 ദിവസം മുമ്പ് അല്ലെങ്കിൽ 20 ദിവസം മുമ്പ് ഒരു ചെറിയൊരു ഡിലേ വന്നു. അപ്പോൾ മറ്റ് ബാങ്കുകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏത് NBFC ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് എന്നോട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് സിബിൽ സ്കോർ 600 ഉണ്ടെങ്കിൽ ഏതെങ്കിലും EMIയിൽ 15 ദിവസത്തിൽ കൂടുതൽ ഡ്യൂ വരാൻ പാടില്ല. ഇനി സെറ്റിൽമെന്റ് ആണെങ്കിൽ ലാസ്റ്റ് 1 ഇയറിൽ സെറ്റിൽമെന്റ് ഒന്നും കാണരുത്. 1 ഇയറിന് മുമ്പ് എന്തെങ്കിലും വന്നോട്ടെ, ഒന്നോ 2 വർഷം മുമ്പ് നിങ്ങൾക്ക് സെറ്റിൽമെന്റ് വന്നോട്ടെ. ഈ ലാസ്റ്റ് 365 ദിവസത്തിൽ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് മണിവ്യൂ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഞാനത് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ 2-3 വർഷമൊക്കെ ഈ നമ്മുടെ മുൻപ് ചില ആൾക്കാർക്ക് സെറ്റിൽമെന്റ് ഒക്കെ എടുത്ത് ലോണൊന്നും ഒരു ബാങ്കും കൊടുക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഈ 1 വർഷത്തിൽ ക്ലിയർ ആണെങ്കിൽ, സെറ്റിൽമെന്റ് ഒന്നുമില്ലെങ്കിൽ മണിവ്യൂ ലോൺ തരും. നല്ല എമൗണ്ട് തന്നെ തരും. അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ വരികയാണെങ്കിൽ, ഈ ലോണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ വരികയാണെങ്കിൽ എന്നോട് വാട്സപ്പിൽ ചോദിക്കാം. ദയവ് ചെയ്ത് വിളിക്കരുത്, എനിക്ക് ചില സമയങ്ങളിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നെ വിളിച്ച് മീൻസ് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. ഞാൻ ഓരോരുത്തർക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.